നീ ഇതെന്താണ് കാണിക്കണ? ഞാനേ ഇന്നലെ നൈറ്റ് ഓടിയോട് ഭയങ്കര ഉറക്കായിരുന്നു. നീ സ്റ്റാൻഡിൽ വന്നിട്ടാണ് ഉറങ്ങണത്? അല്ല, ഞാനൊരു കിടിലൻ സ്വപ്നം കണ്ട്. എന്തെന്ന്? അതൊക്കെ ഉണ്ട്. എടാ, ഞാൻ ചോദിക്കാൻ മറന്നുപോയി. നീ ഇന്നലെ പെണ്ണ് കാണാൻ പോയില്ലേ? എന്നിട്ട് എന്തായി? പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണിനെ തന്നെ ഇഷ്ടമായി, വീട്ടുകാർക്കൊക്കെ ഇഷ്ടമായി. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള പെണ്ണിനെയല്ലേ നമ്മൾ കല്യാണം കഴിക്കണ്ട. അതിന് നിനക്കാരെയാണ് ഇഷ്ടം? എനിക്കിഷ്ടം മീനുക്കുട്ടീനെ. അതേതാടാ ഈ മീനുക്കുട്ടി? നീയാണ് എന്റെ മീനുക്കുട്ടി. എടാ, എന്റെ പേര് സൗമ്യ എന്നല്ലേ, പിന്നെ മീനുക്കുട്ടി എന്ന് നീ വിളിക്കുന്നത്? മീനുക്കുട്ടി, ഞാൻ ശ്രുതി. നീ ഒരു കാര്യം മനസ്സിലാക്കണോട്ടാ. എടി, ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കണം, നീ ഓട്ടോറിക്ഷ ഓടിക്കണം. നമ്മൾ തമ്മിലാണ് കല്യാണം കഴിക്കേണ്ടത്. എടാ, എനിക്കൊന്നും പറ്റുമൊന്നുമില്ല. ഞാൻ നിന്നെ അങ്ങനെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. നീ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്താണ്. അതെനിക്കറിയാം നിനക്ക് പ്രാന്താന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് നേരത്തെ പോകും. എന്തേ? എടാ, അമ്പലത്തിൽ ഉത്സവം തുടങ്ങണല്ലേ, ഇനി പകലില്ലാണ്ട് ഓടണം. കുറച്ചേരം കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചാണ്. ഉറങ്ങിക്കോ. ഇന്നേ അമ്പലത്തിൽ ഒരു 9:30 അന്നദാനം ഉണ്ട് അമ്പലത്തിൽ. അയ്യേ, ഞാനങ്ങും വരികയല്ല. 9:30 ആകുമ്പോ ചോറൊക്കെ വളിക്കും. ഞാനൊരു 7 മണിക്ക് പോയിട്ട് പൊറോട്ട ബീഫും കഴിക്കും. എടാ പൊട്ടാ, ഫുഡടിയുടെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്താണ്? നാടകത്തിന്റെ പേരാണ്. നാടകത്തിന്റെ പേരാണ് അന്നദാനം. അപ്പൊ നാളത്തെ നാടകം സമൂഹ സദ്യ. മറ്റന്നാ ബാലയല്ലേ? ബാലയുടെ പേരേട്ടാ പൊങ്കാല. എന്തായാലും കൊള്ളാം. എല്ലാ ഫുഡിന്റെ പേരാണല്ലോ സംഭവം. എടാ, നമ്മളൊക്കെ ഈ അന്നത്തിന് വേണ്ടിയല്ലടാ ഈ കഷ്ടപ്പെടുന്നത്. പക്ഷെ ഞാൻ ശരിക്കും കഷ്ടപ്പെടുന്നത് എന്റെ മീനുക്കുട്ടിക്ക് വേണ്ടിട്ടാ. എടാ, നീ ഒന്ന് വെറുതെ ഇരുന്ന് പോയൊന്ന്. പാഠം ചൊല്ലിപ്പടിച്ചും തല്ലിപ്പടിച്ചും ഞാനും ഒരാളാകും. കേട്ടോ, നാളെ ഒരാളാകും. ഓട്ടോ പൈലറ്റ് പോലാകും. BA MA MB BS